വേണമെങ്കിൽ മദർ വേണുവിനെ തള്ളി പറഞ്ഞോളൂ. അതിനു മുൻപ് ഞാൻ പറയുന്നതൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം പ്ലീസ്. ഒരുപാട് പേർ ചേർന്ന് ഒരു പെൺകുട്ടിയെ പിച്ചി ചീന്താൻ ശ്രമിക്കുമ്പോ ആരും അങ്ങോട്ട് അടുക്കില്ല, നോക്കി നിൽക്കുകയുള്ളൂ. പക്ഷേ മദർ പഠിപ്പിച്ച് നന്മയുടെ പാഠങ്ങൾ മറക്കാത്തതുകൊണ്ട് വേണു നോക്കി നിന്നില്ല. വേണു ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ ഒത്തിരി പാടുപെട്ടു. കുട്ടി, ഇതായിരുന്നു സത്യമെങ്കിൽ അവൻ പോലീസിനെ ഭയപ്പെടുന്നത് എന്തിന്? ഇന്ന് മദർ തെറ്റിദ്ധരിക്കുന്ന പോലെ അന്ന് ആ പെൺകുട്ടിയും വേണുവിനെ തെറ്റിദ്ധരിച്ചു. പിന്നെ പോലീസും എല്ലാം വളച്ചൊടിച്ചു. ആരും പറയാത്ത ഈ പുതിയ കഥയുമായി മോൾ എന്തിന് എന്നെ വിശ്വസിപ്പിക്കാൻ ബന്ധപ്പെടുന്നു? എനിക്ക് ബന്ധപ്പെട്ടേ പറ്റും. അത് വേണു തട്ടിക്കൊണ്ടു പോയെന്ന് ലോകവും മദറും വിശ്വസിക്കുന്ന പെൺകുട്ടി മറ്റാരുമല്ല, ഞാനാണ്. വേണു വെറും ഒരു ടാക്സി ഡ്രൈവറാണ് തെളിയിക്കാൻ ഇത് മതി. ഇവരാണ് വേണുവിന്റെ ടാക്സിയിൽ ആദ്യമായി കയറിയതെന്ന് തെളിയിക്കാനും ഇത് ധാരാളം. ഇനി എനിക്ക് വേണുവിന്റെ പേരിലുള്ള എല്ലാ കേസുകളും ധൈര്യമായി പിൻവലിക്കാം. താങ്ക് യു അങ്കിൾ. പക്ഷേ മോളെ, DIG ചന്ദ്രശേഖര മേനോൻ അത് ചെയ്യില്ല. സാർ, തനിക്കിപ്പോ എന്താ വേണ്ടേ? സോറി, വേണു കുറ്റവാളിയല്ല എന്ന് തെളിയിക്കാൻ നിങ്ങൾ ഈ കൊണ്ടുവന്ന ഫോട്ടോസ് ഉണ്ടല്ലോ, ഇതുപയോഗിച്ച് വേണുവിന് ഈ ഗാങ്ങുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കാൻ എനിക്കാവും. അങ്കിൾ, എന്താ ഇത്? മോൾക്കും ഒരു കാര്യം നിഷേധിക്കാനാവില്ല. ഇവരല്ലേ മോളെ പിടികൂടാൻ ആദ്യം ശ്രമിച്ചത്. അങ്കിൾ എന്ത് പറഞ്ഞാലും വേണു എന്നെ കിഡ്നാപ്പ് ചെയ്തുവെന്ന് ഞാൻ ഒരു കോടതിയിലും സമ്മതിക്കില്ല. വേണമെങ്കിൽ ഇനി എനിക്ക് വേണു ആരെയും തട്ടിക്കൊണ്ടു പോയിട്ടില്ലെന്ന് പത്രങ്ങളോടും പബ്ലിക്കിനോടും പറയാം. മോളെന്നെ സപ്പോർട്ട് ചെയ്യേയുള്ളൂ. അത് സാർ ഇതുവരെ നേടിയെടുത്ത പേരിനും പ്രശസ്തിക്കും കളങ്കമാവും. എന്നെ കൊണ്ട് അതൊക്കെ ചെയ്യിക്കണോ? എന്തിനാ അങ്കിൾ വെറുതെ വാശി പിടിക്കുന്നേ? ഞാൻ അറിയാതെ അല്പം ഹാർഷായി സംസാരിച്ചെങ്കിൽ ക്ഷമിക്കുക. വേണുവിന്റെ ഇന്നസെൻസ് സാറ് മനസ്സിലാക്കണം എന്ന ആഗ്രഹമേ ഉള്ളൂ എനിക്ക്. ഓക്കെ, ഞാൻ വേണുവിനെ രക്ഷിക്കാം. നാളെ ഞാൻ അവനെ ഒന്ന് കാണട്ടെ. മേ ബി